നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. അപ്പം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പം എന്നെ കുറച്ച് ആൾക്കാർക്ക് അറിയാമല്ലോ, ഞാൻ ഒരു ഡ്രൈവിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. 22 വർഷത്തിൽ പുറത്തായി. ഓട്ടോറിക്ഷ ഫീൽഡ്, കാറ് എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി, എന്നാൽ ഏറ്റവും കൂടുതലും ഓട്ടോറിക്ഷ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാനും എല്ലാവരെയും ചെയ്യുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ശരി, നമ്മുടെ ഡ്രൈവർമാരായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്യും. നമ്മുടെ ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ, ദുരിതങ്ങളെ, കഷ്ടപ്പാടുകളെ, നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച്, വിട്ടുവീഴ്ചകൾ, അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യും. അപ്പം ഒരിക്കലും നമ്മുടെ ഭാഗത്തെ ശരിയെക്കുറിച്ച് മാത്രം ഞാൻ വീഡിയോ ചെയ്യാറില്ല. നമ്മുടെ ഭാഗത്തെ തെറ്റുകളും ഞാൻ ചൂണ്ടിക്കാണിച്ച് എപ്പോഴും വീഡിയോ ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുകളില്ലേ? ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഡ്രൈവർമാരെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഓരോ ഡ്രൈവർമാരുടെ ഭാഗത്തും പല തെറ്റുകളുണ്ട്. ഇപ്പോൾ ഓട്ടോ ചാർജുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ യാത്ര വിളിച്ചാൽ പോകുന്നില്ല, യാത്രക്കാരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് വേണ്ട, നമ്മുടെ ഓട്ടത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. നമ്മുടെ ഭാഗത്തെ ശരിയെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ ആൾക്കാർക്ക് അതെന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. കുറച്ച് കണ്ടിട്ട് പ്രതികരിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവർ ഫുള്ള് വീഡിയോ കാണുന്നില്ല. പിന്നെ അവർ ചോദിക്കുന്നുണ്ട്, അത് ശരിയാണോ? അപ്പം ഞാൻ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയാം, ശരിയാണ്, ബിനിക്കുട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഭാഗത്തൊരു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ ഉള്ള ഒരു മടിയാണ്, ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലും അങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ ഭാഗത്തൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ തെറ്റാന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ നമ്മൾ ആ ശരിയെന്ന് പറഞ്ഞതിന് നിൽക്കണം. ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാഗത്തെ ഒരു ശരിയുണ്ട്, ന്യായം ഉണ്ടെങ്കിൽ അത് ന്യായം തന്നെയാണെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കണം. നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ നമ്മുടെ ഭാഗത്തെ ശരിയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഭാഗത്തെ തെറ്റിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തെ ശരിയെക്കുറിച്ച് മാത്രം പറയുന്നത് ശരിയല്ലല്ലോ. യാത്രയൊക്കെ ഈ കാണുന്ന പ്രേക്ഷകർ തന്നെ പ്രതികരിക്കത്തില്ലേ? അപ്പോൾ നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ നമ്മൾ ചിലത് അംഗീകരിച്ച് കൊടുക്കും, പക്ഷേ അതിനും എന്തെങ്കിലും കാരണം കാണും. അത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് എപ്പോഴും പറയാറുണ്ട്. ഇപ്പം നമ്മുടെ ഡ്രൈവർ മേഖലയെക്കുറിച്ചാലും ശരി, നമ്മുടെ ജീവിതത്തെക്കുറിച്ചാലും ശരി, ഡ്രൈവർമാരുടെ